ഹേയ് മത്തങ്ങൻ ചേട്ടോ, ഇതെന്താ ഇങ്ങനെ കുത്തിയിരുന്ന് ചിന്തിക്കുന്നത്? ഒന്നുമില്ല, ഞാനൊരു സ്വപ്നം കണ്ടതാ. നമ്മളെല്ലാരും കൂടെ പാട്ട് പാടി തകർക്കുന്നത്. എന്റെ മോനെ ആരെങ്കിലും കണ്ടോ? ഞങ്ങള് കണ്ടില്ലല്ലോ കോഴിയമ്മേ. മോൻ എവിടെ പോയി? ഒരു പരുന്ത് റാഞ്ചാൻ വന്നപ്പോൾ ഓടിപ്പോയതാ, കാണുന്നില്ല. വിഷമിക്കല്ലേ കോഴിയമ്മേ, കുഞ്ഞിക്കോഴി ഇവിടെ എവിടെയെങ്കിലും കാണും. കോഴിയമ്മയുടെ മോനെ നമുക്കെല്ലാവർക്കും കൂടി ഒന്ന് അന്വേഷിച്ചാലോ? ആദ്യമായി പറക്കാൻ പോയ കുഞ്ഞിക്കുരുവികളെ കണ്ടോ കുരുവി പെണ്ണെ? ഇതുവരെ മക്കളെ കണ്ടെത്തിയില്ല. ഇതുവരെ കണ്ടില്ലേ? കൂട്ടുകാരെ വാ, നമുക്കെല്ലാവർക്കും കോഴിയമ്മയുടെയും കുരുവിപ്പെണ്ണിന്റെയും കുഞ്ഞു മക്കളെ പോയി തിരയാം. അതെ, നമുക്ക് പൂമ്പാറ്റ ചങ്ങാതിമാരെ വിളിക്കാം. ചിലപ്പോ അവര് കണ്ടു കാണും കുഞ്ഞിക്കിളികളെ. ശരിയാ, അവർക്ക് സഹായിക്കാനാവും. പൂമ്പാറ്റ കുട്ടന്മാരേ വാ. കൂട്ടുകാരെ, എന്തിനാ ഞങ്ങളെ വിളിച്ചത്? ഈ കോഴിയമ്മയുടെ മോനെ കാണാനില്ല, ഈ കുരുവിപ്പെണ്ണിന്റെ മക്കളെയും കാണുന്നില്ല. അവരെ നിങ്ങളെങ്ങനെ കണ്ടോ കൂട്ടുകാരെ? കണ്ടു കണ്ടു, കിയോം കിയോം കോഴിക്കുഞ്ഞിനെ ഞങ്ങൾ ഒരിടത്ത് കണ്ടു. കണ്ടോ? എങ്കി കാണിച്ചതാ. ഞങ്ങളുടെ കൂടെ വാ. ദേ കോഴിക്കുഞ്ഞ്, കുരുവിക്കുഞ്ഞുങ്ങളും ദേ ഇരിക്കുന്നു. കുഞ്ഞിക്കിളികളെ കണ്ടേ. അമ്മേ, മോൻ എന്തിനാ ഇവിടെ ഒളിച്ചിരുന്നത്? എന്നെ ഒരു പരുന്ത് റാഞ്ചാൻ വന്നപ്പോ ഞാൻ ഒളിച്ചതാ. ഞങ്ങളെയും ആ പരുന്ത് റാഞ്ചാൻ വന്നു. ഭാഗ്യത്തിന് അപകടമൊന്നും പറ്റിയില്ലല്ലോ. എന്റെ കുഞ്ഞുമക്കൾ രക്ഷപ്പെട്ടല്ലോ, ഭാഗ്യം. ആ പരുന്തച്ഛനെ വെറുതെ വിടരുത്. ശരിപ്പെടുത്തണം ആ ഭയങ്കരനെ. ഒരു സൂത്രമുണ്ട്. പരുന്ത് വന്നാൽ ഒരു പണി കൊടുക്കണം. എന്തു സൂത്രം മത്തങ്ങ ചേട്ടാ? ഒരു വള്ളിയിൽ ഒരു കുടുക്കുണ്ടാക്കണം. അറ്റത്ത് ഒരു കല്ലും കെട്ടണം. ആ കല്ല് ആ കള്ളപ്പരുന്തിന്റെ കാലിൽ തൂക്കിയിടണം. നിനക്ക് നല്ലൊരു പണി തരാം. ഭയങ്കര മത്തങ്ങ ചേട്ടാ, അവനടുത്തെത്തി. കല്ല് വിട്ടോ. ഇനി അവൻ ഈ വഴിക്ക് വരില്ല. ഞാനാരാ മോൻ? പച്ചക്കറിക്കുട്ടന്മാരെ, നിങ്ങൾ കാരണം എനിക്ക് എന്റെ മക്കളെ തിരിച്ചു കിട്ടി. ഞാൻ നിങ്ങളെ മറക്കില്ല. എന്റെ മോനെ കണ്ടെത്തിയതും നിങ്ങൾ കാരണമാ. പച്ചക്കറിക്കുട്ടന്മാരെ, നന്ദി. മറ്റുള്ളവരെ സഹായിക്കുമ്പോ മനസ്സിന് എന്തൊരു സന്തോഷം. ശരിയാ, ഇപ്പൊ ബോറടിയൊക്കെ പോയി. കുരുവിപ്പെണ്ണും കോഴിയമ്മയും നമ്മളെ ഇനി എന്നും ഓർക്കും. നീയൊക്കെ കണ്ണി കാണുന്നവരെല്ലാം സഹായിക്കും അല്ലേടാ? എന്നെ അറിയില്ലേ? ഞാനാണ് ചക്കച്ചട്ടമ്പി. മഹാപോക്കിരിയാ ഞാൻ. പോക്കിരി എന്നാ പറഞ്ഞത്. എന്ന് വച്ചാൽ മഹാഗുരുത്തം കെട്ടവൻ. ഗുരുത്തം കെട്ടവൻ എന്തിനാ വന്നത്? അടിച്ചതിന്റെ പരിപ്പിളക്കാൻ. അതിനെനിക്ക് പരിപ്പില്ലല്ല, പിന്നെ എങ്ങനെ ഇളക്കും? പച്ചക്കറികളിൽ കരുത്തൻ ഈ ഞാനാ. ഞാനൊന്ന് ഇടിച്ചാലേ ഈ പൊണ്ണത്തടിയ മത്തങ്ങ പോലും ഠമാർ പഠേ എന്ന് പൊട്ടി തകർന്നു പോകും. ഞാൻ ആനയൊക്കെ എടുത്തെറിഞ്ഞിട്ടുള്ളവനാ. കുഴിയാനെ ആയിരിക്കും. കള്ള തിരുമാലി, നിന്നെ ഞാൻ. അമ്മേ, എന്നെ താഴെ ഇറക്കണേ. ഇപ്പൊ ഞാൻ താഴെ ഇറക്കുന്നു. എന്താ താഴെ നിർത്തിയതെന്ന് അറിയാവോ? എന്റെ നടുവൊന്നുളുക്കി. അല്ലെങ്കിൽ ഇതിനെ ഞാൻ താഴെ എറിഞ്ഞ് പട്ടക്കേ എന്ന് പൊട്ടിച്ചേനെ.
പക്ഷേ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് 2 ഒലക്കയാ. അങ്ങനെ പറയില്ല ചേട്ടാ, ആപത്തിൽ പരസ്പരം സഹായിക്കാമല്ലോ. പീക്കിരി, നത്തോലി പോലുള്ള നീ എന്നെ സഹായിക്കാനോ? ഇല്ലടാ, എല്ലാം അവിടെ. എല്ലാത്തിനെയും ഞാൻ കറുമുറന്ന് കടിച്ചു തിന്നും. മത്തങ്ങ ചേട്ടാ, രക്ഷിക്ക്. വയ്യ, ഈ ശത്രുവിനോട് എതിരിടാനുള്ള ശക്തി എനിക്കില്ല കൂട്ടുകാരെ. എല്ലാത്തിനെയും ഒന്നിച്ച് കിട്ടി. ഇന്ന് കുശാലായി. കറുമുറും എന്ന് കടിച്ച് കരണ്ട് തിന്നാം. ചക്കച്ചേട്ടനല്ലേ കരുത്തൻ. രക്ഷിക്കണേ, നമ്മുടെ ഈ ശത്രുവിനെ തോൽപ്പിച്ചോടിക്കണേ. എന്നോട് ക്ഷമിക്കണം, ഇത്രയും വലിയ ശത്രുവിനെ നേരിടാൻ എനിക്കാവില്ല. പേടിക്കേണ്ട കൂട്ടുകാരെ, ഞാൻ രക്ഷിക്കാം. ഇത്തിരിയുള്ള നീയോ? എടാ പീക്കിരി, നീ ഒന്നും മിണ്ടാതിരി. ഓ മണ്ടൻ. നിങ്ങൾ കണ്ടോളൂ. എടാ പെരിച്ചാഴി, ധൈര്യം ഉണ്ടെങ്കിൽ ആദ്യം എന്നെ തിന്ന്. ധിക്കാരി, എങ്കിൽ നിന്നെ തന്നെ ആദ്യം അകത്താക്കാം. ഇന്നാ പിടിച്ചോ. അയ്യോ, എന്റെ കണ്ണ് നീർന്നേ. ഈ കാന്താരിയുടെ അടുത്ത് രക്ഷയില്ലല്ലോ. നിന്നെ കളിയാക്കിയതിന് ക്ഷമിക്കൂ കൂട്ടുകാരാ, നീയാണ് വീരൻ. കാഴ്ചയിലെ വലിപ്പം വെച്ച് ആരുടെയും കഴിവിനെ അളക്കരുത് കൂട്ടുകാരെ. ശരിയാണ്, നീ അത് മനസ്സിലാക്കി തന്നു. മിടുക്കൻ.